നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സന്ദർഭത്തിലും കർത്താവുമായി അഭേദ്യബന്ധം സ്ഥാപിച്ച് വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ പാകി ആത്മീയമായിരിക്കുന്ന മുന്നേറ്റത്താൽ നമ്മൾ ഉയർച്ച പ്രാപിച്ച് മുന്നോട്ട് പോകുന്നില്ല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പുത്തൻ പ്രഭാത വേളയിൽ എക്സൽ മീഡിയയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവിന്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ അവസാനം വരെ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായ 5 കൂട്ടം കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കർത്താവിനെ പിടിക്കേണ്ടതിന് വേണ്ടി മഹാപുരോഹിതന്മാരും പടയാളികളും ജനപ്പെരുപ്പ് നിമിത്തമായി ഒരു പ്രത്യേക ശാന്തമായ ഒരു അന്തരീക്ഷം തേടി നിൽക്കുന്ന സന്ദർഭത്തിൽ യേശുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ഇസ്കറിയോത്തായ യൂദ ദ്രവ്യം വാങ്ങി യേശുവിനെ കാണിച്ചു കൊടുക്കാമെന്ന് തീരുമാനമെടുത്തു. രണ്ടാമതായി യേശു കർത്താവിന്റെ ശിഷ്യന്മാരുമായി അന്ത്യത്താഴത്തിന് വേണ്ടി ഒരുങ്ങുന്നു, അന്ത്യത്താഴം നടത്തുന്നു, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. മൂന്നാമതായി ശിഷ്യന്മാരിൽ ഒന്നാമനായ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുമെന്ന് യേശു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 4 ഗത്സമന തോട്ടത്തിന്റെ പുറത്തു വെച്ച് യൂദ യേശുവിനെ ചുമരത്താൽ ഒറ്റിക്കൊടുക്കുകയും മഹാപുരോഹിതന്മാരും പടയാളികളും വന്ന് യേശുവിനെ പിടിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. 5 കർത്താവ് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു അനുഭവം നമുക്കവിടെ മനസ്സിലാക്കുവാനായി കഴിയും. പ്രിയമുള്ളവരെ, അതിൻ്റെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി അതിൻ്റെ 3-ാമത്തെ വിഷയമായ പത്രോസ് യേശു കർത്താവിനെ തള്ളിപ്പറയാൻ പോകുന്ന ഒരു സാഹചര്യത്തെ നമുക്കവിടെ കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഏതെങ്കിലും പ്രത്യേക കാര്യം സാധിക്കേണ്ടതിന് വേണ്ടി കർത്താവിനെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് അതിന്റെ കയ്പ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ചെയ്ത തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പത്രോസ് പുറത്തിറങ്ങി അതിയായി കരയുന്ന ഒരു അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിനെ കൂടാതെ നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ജീവിതത്തിൽ വലിയ കയ്പ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവിനോട്: കർത്താവെ, അങ്ങയോടുകൂടെ തടവിലാകാനും മരിപ്പാൻ വരെ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പത്രോസിനോട് പറയുന്നു: പത്രോസെ, ഇന്ന് നേരം വെളുക്കും മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. അതിനുശേഷം മാത്രമേ കോഴി കൂവുകയുള്ളൂ. അതങ്ങനെ തന്നെ അക്ഷരപ്രതി സംഭവിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായി കഴിയുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സന്ദർഭത്തിലും കർത്താവുമായി അഭേദ്യബന്ധം സ്ഥാപിച്ച് വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ പാകി ആത്മീയമായിരിക്കുന്ന മുന്നേറ്റത്താൽ നമ്മൾ ഉയർച്ച പ്രാപിച്ച് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ജീവിതത്തിന് മുമ്പിൽ ഒരു തകർച്ചയുടെ മുമ്പിൽ നമ്മൾ വല്ലാതെ നിലവിളിക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഒരു നിലവിളി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ആകണമെങ്കിൽ ക്രിസ്തുവിനോട് ഒപ്പമായി നമുക്ക് സഞ്ചരിക്കുവാൻ ഈ വചന കേൾവി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹവും സഹായവുമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.